ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളം ഈസി കുക്കിംഗ്. ഇന്ന് നമുക്ക് തേങ്ങയൊന്നും അരച്ച് ചേർക്കാത്ത നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കടലക്കറി തയ്യാറാക്കാം കേട്ടോ. അതിനായി ഞാനിവിടെ 1 കപ്പ് കടല തലേദിവസം രാത്രി കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതൊന്നുകൂടെ ഒന്ന് കഴുകി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള ചോപ്പ് ചെയ്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഇവിടെ 1.5 തക്കാളി എടുത്തിട്ടുണ്ട്. വലിയ തക്കാളിയാണെങ്കിൽ 1 തക്കാളി എടുത്താൽ മതി. അതുപോലെ ഒരു പച്ചമുളക് നടുകെ കീറിയതും, ആവശ്യത്തിന് ഉപ്പും, 2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുക്കർ മൂടി ഒരു 8 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കറിക്ക് കുറച്ച് കൊഴുപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കടലയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു 10 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. സവാളയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളിയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് വഴണ്ടി വരുമൊന്നും വേണ്ട. ഒന്ന് ചെറിയ ഉള്ളിയുടെയൊക്കെ ഒന്ന് കളറൊന്ന് മാറി വന്നാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ആ മസാലയും കൂടെ ഒഴിച്ചു കൊടുക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ വെക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പൊടികളുടെയൊക്കെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ആ മസാലയിലുണ്ടായിരുന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റി പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്ക് കടലയും കൂടെ ചേർത്ത് കൊടുക്കുക. വെള്ളത്തോടെ ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ചിട്ട് വെള്ളം ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചൂടുവെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് തന്നെ ഇതിൽ കിടന്നൊന്ന് നന്നായി തന്നെ ഒന്ന് കടല ഒന്നും കൂടെ ഒന്ന് കുക്കായി വരട്ടെ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് മസാല തയ്യാറാക്കി എടുക്കുമ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നന്നായി തന്നെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കടലക്കറിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കടലക്കറി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കടലക്കറിയുടെ കൂടെ കഴിക്കാൻ ഇഷ്ടം എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്കായി ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണാം. ബായ്.